Hi everyone, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മുകളിലേക്ക് ഇപ്പോൾ പണിയുന്നില്ല എങ്കിലും നമ്മൾ ആ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ കഴിഞ്ഞാൽ നമ്മൾ അതിന് മുകളിലേക്ക് വീണ്ടും ഭാവിയിലേക്ക് കൺസ്ട്രക്ഷൻ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡമ്മി കോളം അല്ലെങ്കിൽ വെറുതെ കമ്പി നിവർത്തിയിടാറുണ്ട്. അങ്ങനെ കോളം ഇടാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇട്ട ആ ഒരു സമയത്ത് ഇപ്പോൾ ഡമ്മി കോളം ഇല്ലാതെ തന്നെ നമ്മൾ കമ്പി മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടാറുണ്ട്. ആ എക്സ്റ്റെൻഡ് ഇട്ട കമ്പിക്ക് സ്ട്രെങ്ത് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഡമ്മി കോളം ഇട്ടിട്ടില്ല എങ്കിൽ നമ്മൾ അവിടേക്ക് ഒരു റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റീബാറിംഗ് ആണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത്. റീബാറിംഗ് മെത്തേഡാണ്. അപ്പോൾ അവിടെ റീബാർ ചെയ്തിട്ടാണ്. റീബാർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നമ്മളൊരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കമ്പി കൊടുക്കുക. അപ്പോൾ ആ കമ്പി എങ്ങനെയാണ്, ആ സ്റ്റീൽ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? കോളത്തിന് വേണ്ടി നമ്മളൊരു പുതിയൊരു കോളം കൺസ്ട്രക്ട് ചെയ്യുകയാണ്, എന്നിട്ടാണ് നമുക്ക് അതിന് മുകളിലേക്ക് സൂപ്പർ സ്ട്രക്ചർ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കമ്പി കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതിനു വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 4 സ്റ്റോക്ക് എന്ന ബ്രാൻഡിൻ്റെ ലോക്ക് ഫിക്സ് എന്ന് പറയുന്ന ഐറ്റമാണ്. അതിൽ 2 കോമ്പോണൻ്റ് ആണ്. അതിൽ ഒരു കെമിക്കൽ ലിക്വിഡും വരുന്നുണ്ട്, പൗഡറും വരുന്നുണ്ട്. അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമുക്കൊരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആണ്, അതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മളുടെ വർക്ക്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബീമിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു റീബാറിങ് നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പൗഡറിലേക്ക് ഈ ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് അത് വിത്തിൻ സെക്കൻഡ്സിലാണ് നമ്മൾ എത്രയും വേഗം ആണ് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ ഒരു പെട്ടെന്ന് സെറ്റാവുന്ന ക്വിക്ക് സെറ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു ടൈം. അതുകൊണ്ട് തന്നെ വിത്തിൻ സെക്കൻഡ്സിൽ നമ്മളിത് അതിലേക്ക് അടച്ച് കൊടുക്കണം. അതോടൊപ്പം തന്നെ റീബാറിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് ബാറിൻ്റെ സൈസിനനുസരിച്ചിട്ട് അതിൽ ഹോള് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. ഡ്രില്ല് ചെയ്യുന്നത് മാക്സിമം നമ്മൾ പറഞ്ഞു ബീമിലാണ്, എക്സിസ്റ്റിംഗ് ബീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാക്സിമം നമുക്ക് ഡെപ്ത് ഒരു 6 ഇഞ്ചൊക്കെ കിട്ടുന്ന ലെവലിൽ നമ്മൾ ഡ്രില്ല് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ആ ഡസ്റ്റൊക്കെ അവിടുന്ന് നന്നായി നീക്കം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മിക്സ് അതിലേക്ക് നിറയ്ക്കുന്നത്. അത് നിറച്ച ഉടനെ തന്നെ നമ്മൾ കമ്പി അതിൽ വെച്ച് അളവിന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് അതിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുക. അത് പെട്ടെന്ന് തന്നെ സെറ്റാവുന്ന കാരണം തന്നെ നമ്മളത് വെക്കുന്നതോടൊപ്പം തന്നെ അത് സ്ട്രെങ്തൻ ആവുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു നിലവിലെ കമ്പി അവിടെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചെറിയ രീതിയിൽ കൊറോഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കമ്പിക്ക് വലിയ സാരമായ കുഴപ്പമില്ല എങ്കിൽ അതിനെ നമ്മൾ പ്രൈമർ അടിച്ച് നിലനിർത്തുന്നുമുണ്ട്. അങ്ങനെ ഇതേപോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ 2 കമ്പിയും തമ്മിൽ ടാഗ് ചെയ്ത് പെട്ടെന്ന് തന്നെ ടാഗ് ചെയ്തിട്ട് കെട്ടുകമ്പി വെച്ചിട്ട് ടാഗ് ചെയ്തിടണം. നമുക്ക് ഒരു പ്ലിന്ത് ബീം എക്സ്റ്റൻഷൻ, അതേപോലെ തന്നെ ഒരു വരാന്ത എക്സ്റ്റൻഷൻ, കാൻറ്റിലിവർ ബീം, അതിനൊക്കെ നമുക്കൊരു എക്സ്റ്റൻഷൻ ഒട്ടും നമ്മൾ പ്രീ പ്ലാൻഡ് അല്ലാതെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകൾക്കും നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.
അപ്പൊ ഇന്ന് നമ്മള് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മൾ പഴയ കെട്ടിടങ്ങൾക്കൊന്നും കൂടുതലും അങ്ങനെ കമ്പികൾ ഇടാത്ത സാഹചര്യം വരും, വീണ്ടും കോളം ചെയ്യേണ്ട സാഹചര്യം വരും, എക്സ്റ്റൻഷൻ വരുന്ന സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കളറക്കൽ.